ബി.എസിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച് CMG ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യരാണ് ഓരോ ഇടത്തും തടിച്ചുകൂടി നിൽക്കുന്നത്. ബി.എസിന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തെ നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. വിലാപയാത്ര കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. പടനായകൻ, കർഷക തൊഴിലാളികളുടെ മോചനത്തിന് വേണ്ടി പടപൊരുതിയ നേതാവ്, സ്വന്തം ജീവൻ വരെ പണയം വെച്ചുകൊണ്ട് മരിച്ചുപോയ അവസ്ഥയിൽ തന്നെ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് അന്നൊരു നേതാവ്, സ്വന്തം തത്വസംഹിതയ്ക്ക് ഒരു അണുകട വെടിയാക്കാതെ ജീവിച്ചൊരു മനുഷ്യൻ, ഇത്രയും വലിയൊരു സമര സേനാനി, സമര നേതാവിന്, വിപ്ലവകാരി, എല്ലാത്തിലും വിപ്ലവം, ഒരു വിട്ടുവീഴ്ച, സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായത്തിന് സമരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരാളോടും പ്രത്യേക സ്നേഹമോ വിദ്വേഷമോ ഇല്ലാതെ ജീവിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യനാണ് ഈ വഴി കൂടെ കടന്നു പോകുന്നത്. വല്ലാത്തൊരു വിടവാണ്. അതുതന്നെയാണ് മധു ഓരോ ആൾക്കാർക്കും പറയാനുള്ളത്. BSന്റെ സമര പോരാട്ടത്തെക്കുറിച്ചാണ്. BS ചിലപ്പോൾ വ്യക്തിപരമായി അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി ഒരു ബന്ധമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങളോ ഉണ്ടാകില്ല. പക്ഷേ പല ആൾക്കാർക്കും വേണ്ടി ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്ന ഈ ജനസമൂഹത്തിന് വേണ്ടി മാറിയൊരു കാഴ്ചയാണ് BSന്റെ ഓരോ പ്രവൃത്തികളിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിത്വം കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട് തൊട്ട് താഴെയാണ്. ആ താഴേക്കുള്ള വഴിയിലേക്ക് മുന്നിലൂടെ അദ്ദേഹം കടന്നു വരികയാണ്. അദ്ദേഹത്തിന് ഈ വഴിയിലൂടെ ഒരു പടക്കയാത്രയിൽ നമുക്ക് മുദ്രാവാക്യം വിളികൾ കേൾക്കാം. മുഷ്ടികൾ മുകളിലേക്ക് ഉയർത്തി ആകാശത്തേക്ക് നോക്കി, ഇല്ല ഇല്ല മരിക്കുന്നില്ല, സഖാവ് VS മരിക്കുന്നില്ല. മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, സമര പോരാട്ടങ്ങളിലൂടെ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പാതയിലൂടെ സഞ്ചരിച്ച് അടിച്ചമർത്തപ്പെട്ടവന്റെ വിഭജന വിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് അധികാരത്തിന്റെ കൊള്ളിച്ച 1000 മനുഷ്യരിലൂടെ ജീവിതം തുടരാൻ കഴിയുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ്. VS അച്യുതാനന്ദന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് അദ്ദേഹത്തോടൊപ്പം അണിചേർന്ന് അദ്ദേഹത്തിന്റെ സഖാക്കൾ ആ വിലാപയാത്രയുടെ ഭാഗമാകുമ്പോൾ VS മരിക്കുന്നില്ല, ഞങ്ങളുടെ ഓർമ്മകളിലൂടെ, ഞങ്ങളുടെ ചോരയിലൂടെ VS ജീവിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയരുകയാണ്. മനുഷ്യരിലൂടെ ജീവിക്കാൻ കഴിയുന്ന, മനുഷ്യരിലൂടെ കാലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന മനുഷ്യർ എത്ര ഭാഗ്യവാന്മാരാണ്.